everyone, welcome to another video. ഈ സിനിമ ഈ വീഡിയോയിൽ നമ്മളധികം കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. അതായത് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് എമ്പുരാനാണ്. ഞാൻ ഈ സിനിമ കാണാൻ പോകുന്ന സമയത്ത് ഒരുപാട് ഒപ്പീനിയൻസ് ഒന്നും കേൾക്കണ്ട, നമ്മൾ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. ഇത് മോശമാകില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് 2 ദിവസം വളരെ പോസിറ്റീവും പിന്നെ കുറച്ച് നെഗറ്റീവും മിക്സ്ഡ് ഒപ്പീനിയനൊക്കെ ആയിട്ട് വളരെ ഓക്കെ എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അധികം ഒന്നും കേൾക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഇരുന്നതായിരുന്നു. എന്നാലും കുറച്ച് കേട്ടുപോയി. കുറച്ച് റിവ്യൂസ് നമ്മളെ ഓടിച്ചിട്ടിരിക്കുന്ന പോലെ കേട്ടു. അത് കേൾക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നുന്നു. എനിവേ, എൻ്റെ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇത് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഇതിനകത്ത് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്. ഞാൻ എന്താണ് പ്രതീക്ഷിച്ചത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മളിത് പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രതീക്ഷിക്കുന്നതിൻ്റെ കുഴപ്പമാണ്. ആൾക്കാർ ലൂസിഫറിൽ കിട്ടിയത് എന്ന് പറയുമ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് വളരെ റീജിയണലായിട്ട് നടക്കുന്ന ഒരു പൊളിറ്റിക്സ് ആയിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സിനിമയാണ് ആദ്യത്തേത്. ഒരു നെടുമ്പള്ളി ആ ഏരിയ, ആ സിനിമ ഇറങ്ങാൻ നേരത്ത് ഉള്ള പ്രൊമോഷൻ ഇവന്റ്സ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇത് ഏത് തരത്തിലുള്ള സിനിമയാണെന്ന്. പൃഥ്വിരാജിനോട് ചോദിക്കുന്ന സമയത്ത് ഏത് തരത്തിലുള്ള മോഹൻലാലിനെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോൾ ആ ലൂസിഫറിന്റെ ടൈമിൽ പറഞ്ഞ ഒരു റിപ്ലൈ എനിക്ക് ഇപ്പോഴും പറഞ്ഞു. ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ലൂസിഫറിനെ, അല്ലെങ്കിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ലാലേട്ടനെയാണ് ലൂസിഫറിൽ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന മുണ്ട് മടക്കി കൊടുത്തടിക്കുന്ന, അതുപോലെ തന്നെ ഒരു പ്രശ്നം വന്ന സ്വന്തമായിട്ട് ഇറങ്ങി നടിക്കുന്ന, ഒരുപാട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ കുറച്ചൊരു മാസ് പരിവേഷമുള്ള എന്നാൽ കുറച്ച് ട്രബിൾഡ് ആയിട്ടുള്ള ഒരാളായിട്ടുള്ള ഒരു ക്യാരക്ടറൈസേഷൻ ആയി. പക്ഷെ ആ സിനിമയുടെ തീർന്ന സമയത്ത് അയാളുടെ ലാൻഡ്സ്കേപ്പും അയാളുടെ ഇടപഴകുന്ന സ്ഥലം മുഴുവനും മാറിയിരുന്നു. അയാളിപ്പോ കംപ്ലീറ്റ്ലി ഈ നാട്ടിൽ നിന്ന് പോയിട്ട് അയാൾ കംപ്ലീറ്റ്ലി ഒരു അണ്ടർ വേൾഡ് ഓർഗനൈസേഷന്റെ ഹെഡായിട്ട്, ഒരു കാർട്ടലിന്റെ ഒക്കെ ഹെഡായിട്ടുള്ള ഒരാളായി മാറിയിരിക്കുന്നു. അപ്പോൾ കൂടുതൽ അയാൾക്കൊന്നും ആ ആക്ടറിന് പിന്നെ ഈ സിനിമയില് അത് ക്യാരക്ടറായിട്ട് കണ്ടു കഴിഞ്ഞാൽ അയാൾക്കൊന്നും ചെയ്യാൻ കാണൂല. കാരണം നമ്മൾ ഒരു ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഒരുപാട് അനുയായികൾ കാണും. അവരായിരിക്കും ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഇപ്പൊ ആകെ ലൂസിഫറിലാകെ ഒരൊറ്റ അടിസീനേ ഉള്ളു. അത് ആവശ്യമുള്ള സ്ഥലത്താണ് കൊണ്ട് വെച്ചേക്കുന്നത്. പക്ഷെ പൃഥ്വിരാജൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പൃഥ്വിരാജാണല്ലോ മുഴുവനും ചെയ്യുന്നത്. കാരണം പൃഥ്വിരാജ് ഹെഞ്ച്മാൻ ആണ്. ഇപ്പൊ ഹെഞ്ച്മാൻ ആണല്ലോ ലീഡറിന്റെ പ്രശ്നങ്ങളെല്ലാം തീർക്കേണ്ടത്. അല്ലെങ്കിൽ ഹെഞ്ച്മാൻ ആണല്ലോ ലീഡറിന് വേണ്ടിയിട്ട് ബോഡി ഗാർഡ് പോലെ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു ഡൈനാമിക് ആണെന്ന് ഫുള്ള് കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ പേഴ്സണലായിട്ട് ഇറങ്ങി അടിക്കാനുള്ള സിറ്റുവേഷൻ ഇല്ല കൂടുതൽ. അതുപോലെ തന്നെ ആ ഫസ്റ്റ് സിനിമയിൽ കാണിച്ചതുപോലെ തന്നെയുള്ള ഡയലോഗുകൾ പറയാനുള്ള സിറ്റുവേഷൻ ഇല്ല. 1-2 നല്ല സീനുകളിൽ മാത്രമേ ലൂസിഫറിലും ഡയലോഗുകൾ പറയാറുള്ളൂ. അത് വളരെ ഭംഗിയായിട്ട് തന്നെ ആ സിനിമയിൽ ആ ക്യാരക്ടറിന്റെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഡയലോഗ്സ് മാത്രമേ ആ ക്യാരക്ടർ പറയുന്നുള്ളൂ. അത് മാത്രമേ പറയാനായിട്ട് ഡയറക്ടർ സമ്മതിച്ചിട്ടുള്ളൂ. അതെന്ന് പറയുമ്പോൾ ആ ഡയറക്ടറിന് എന്താണ് ആ ഫസ്റ്റ് സിനിമയിൽ ആവശ്യമുള്ളതെന്ന് പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം. അത് കണ്ടിട്ട് ആ ഫസ്റ്റ് സിനിമ എവിടെയാണ് നിർത്തിയത് എന്ന് കണ്ടിട്ട് അത് മനസ്സിൽ വെച്ചിട്ട് പോയി സിനിമ കാണുന്ന ആർക്കും ഈ ചിലരൊക്കെ പറയുന്ന പോലെ ഡയലോഗ് കുറഞ്ഞു പോയി അല്ലെങ്കിൽ വലുതായിട്ടൊന്നും ചെയ്യാനില്ല ഈ മോഹൻലാലിനെന്ന് പറയാൻ തോന്നത്തില്ല. പിന്നെ ഓഫ് കോഴ്സ് അങ്ങനെ തോന്നത്തില്ല. അത്
പിന്നെ ആരെയും നമ്മൾ കുറ്റം പറയാനായിട്ടല്ല, ഒരാൾക്ക് ഇഷ്ടമുള്ള കാര്യം അയാൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതിൽ കാര്യമില്ല. ഐ മീൻ ഈ ക്യാരക്ടർ കോൺഷ്യസ്ലി, ഐ മീൻ ഈ ക്യാരക്ടറിന് ഇനി ഒരു വഴിയേ ഉള്ളൂ പോകാനായിട്ട്. ഒരു സെൻസിബിൾ റൂട്ടിലാണ് ഈ ക്യാരക്ടർ മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്യാരക്ടറിന് ഇനി ഒരേ ഒരു ലോജിക്കൽ എന്താ അതിൻ്റെ എവല്യൂഷനേ ഉള്ളൂ. ദാറ്റ് വാസ് ദ വേർഡ്, ഐ എം സോറി, ഒരു ഡ്രാഗ് ഔട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ കേട്ട ഒരു പ്രൈമറി ക്രിട്ടിക്കൽ ഇഷ്യൂ എന്ന് പറയുന്നത്. ക്യാരക്ടറൊന്നും ചെയ്യാനില്ല എന്നുള്ളത്. അത് ഈ സ്റ്റോറിയുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട്. സോ ഞാൻ കേട്ട ഏറ്റവും വലിയ ഒരു ക്രിറ്റിസിസത്തിനെ ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ തന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ചുകൂടെ എൻ്റെ പ്രോസ് ആൻഡ് കോൺസിലോട്ട് കിടക്കാം. പ്രോസ് എന്ന് പറയുമ്പോൾ ഈ സിനിമയുടെ ഒരു സ്കെയിലും ഇത് പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതിയും ഒരു മോസ്റ്റ്ലി അത് പ്രസന്റ് ചെയ്തേക്കുന്നത് ഭയങ്കര ഒരു വി ആർ നോട്ട് ഇൻ ലൂസിഫേഴ്സ് ലൊക്കേഷൻസ് ഓർ ലൂസിഫേഴ്സ് ഏരിയാസ് എനിമോർ. ഭയങ്കര വലിയൊരു ഷിഫ്റ്റാണ്. നമ്മൾ റഷ്യ, അതുപോലെ തന്നെ ഇറാഖ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ UK, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് മോഹൻലാലിന്റെ സിറ്റുവേഷൻ നടക്കുന്നത് കൂടുതൽ. അപ്പോൾ അതിനനുസരിച്ച് ആ പ്രൊഡക്ഷൻ ക്വാളിറ്റിയും ഒരു റിയലിസ്റ്റിക് ആയിട്ട് ഇത് പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്വാട്ട് ടീം ആണെങ്കിലും അതൊക്കെ കാണിക്കുന്നതിൻ്റെ ഒരു രസമുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഇത്രയും ഒക്കെ ഭംഗിയായിട്ട് ഇതൊക്കെ കാണിക്കാനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ മാറിയോ എന്നുള്ള ഒരു ഡിലൈറ്റ്ഫുൾ ആയിട്ടുള്ള തോട്ട് എനിക്ക് പലപ്പോഴും തന്നിട്ടുണ്ട്. ഇത്രയും ഭംഗി ഇപ്പം നമ്മൾ IMF-ലൊക്കെ, ഐ മീൻ മിഷൻ ഇമ്പോസിബിളിലൊക്കെ കാണുന്ന IMF-ൻ്റെ ഒക്കെ ഒരു രീതിയിലുള്ള ഓപ്പറേഷൻസും ഒരു റൂത്ത്ലെസ് എഫിഷ്യൻസി ഒക്കെ കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ ആ ഒരു അതിലൊക്കെ കണ്ട് നമ്മൾ വണ്ടടിച്ചിരുന്ന സാധനങ്ങളോട് ക്ലോസ് ആയിട്ട് കിടപിടിച്ച് നിൽക്കാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടെന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര വലിയ ഫാൻ ബോയ് മൂവ്മെന്റ് ആണ്. അതുപോലെ തന്നെ അതാണ് എൻ്റെ ഒന്നാമത്തെ പോസിറ്റീവ്. പിന്നെ രണ്ടാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് മഞ്ജു വാര്യർക്ക് കുറച്ചുകൂടെ നല്ലൊരു ക്യാരക്ടറൈസേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് പുള്ളിക്കാരത്തിക്ക് ഇനി ഷൈൻ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ, പക്ഷെ കാരണം പുള്ളിക്കാരത്തിയുടെ ചില സീൻസ് കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു സന്തോഷം ഒക്കെ വരുന്ന ഒരു ഹാപ്പിനെസ് കിട്ടുന്ന സീൻസ് ഒക്കെ ഉണ്ട്. കുറെ മാസ് സാധനങ്ങളൊക്കെ ഉണ്ട് സെക്കൻഡ് ഹാഫിൽ ഒക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഇതൊക്കെ കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഈ സിനിമ. ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടന്റ്സ്. പിന്നെ ഇനി എനിക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ. ഒന്നാമത്തേത്, ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ് പാടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയൊരു ആളില്ലേ, ഐ മീൻ ഒരു പുതിയ സിംഗർ ഇല്ലേ, ഒരു മെയിൽ സിംഗർ. അയാള് നമ്മുടെ കടവുളെ പോലെ എന്ന് പറഞ്ഞ ഫസ്റ്റ് ഗോഡൗൺ ഫൈറ്റ് ഉള്ള സമയത്ത് കടവുളെ പോലെ എന്ന് പറഞ്ഞ് തമിഴ് സ്ലാങ്ങില് ഭംഗിയായിട്ട് പാടിയ പാട്ടില്ലേ, അത് ഒരു നല്ല ഫൈറ്റ്, ഒരു ഇരുട്ടത്തുള്ളൊരു ഫൈറ്റ്. ആ ഫൈറ്റിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ BGM അത് ആ തമിഴിലുള്ള ആക്ച്വൽ വണ്ണിയും തന്നെ എടുത്ത് ഉപയോഗിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ സന്തോഷമായേനെ. കാരണം അതെനിക്ക് ഇപ്പോഴും ഭയങ്കര സന്തോഷം തോന്നുന്ന ഐ മീൻ നമ്പർ 1-ലെ മൈ ഫേവറേറ്റ് ലൂസിഫറിലെ മൈ ഫേവറേറ്റ് മ്യൂസിക്കിൽ ഒന്നാണ് തേം മ്യൂസിക്കിൽ. ഇപ്പൊ തന്നെ ആ തീം മ്യൂസിക് എടുത്ത് വെറുതെ ചെവിയിൽ വെച്ചിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്ന എനിക്ക് ആ സീൻ എൻ്റെ മനസ്സിൽ കാണാൻ പറ്റും. അത്രയും ഭംഗിയായിട്ട് ആ സിനിമയിൽ ആ മ്യൂസിക് ചെയ്തു വെച്ചിട്ട് അതിനോട് സമാനമായിട്ടുള്ള സീൻ വന്നിട്ട്
അതിപ്പോൾ റീടൂൾ ചെയ്തിട്ട്, കാരണം ഇയാളുടെ ഗ്രൗളിങ് കാരണം എനിക്കത് വർക്ക് ചെയ്യുന്നില്ല. ഇയാളത് ഗ്രൗൾ ചെയ്ത് പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര ലോക്കൽ തമിഴ് സ്ലാങ്ങില് ഇത് വളരെ നാച്ചുറലായിട്ട് ആ സാധനം പാടിക്കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതേ ലിറിക്സ് അയാൾ ഗ്രൗൾ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഭയങ്കര വിഷമമുണ്ടെന്നല്ല, ഐ മീൻ എൻജോയ് ഇറ്റ്. ഫസ്റ്റ് സിനിമയിലെ തിയേറ്ററിൽ ആ ഫൈറ്റ് കാണുമ്പോൾ എൻജോയ് ചെയ്ത അത്രയും എനിക്ക് ആ ഫൈറ്റ്, ആ ബീജിയം കാരണം മാത്രം ഈ ഫൈറ്റ് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അത് ഒറിജിനൽ ബീജിയത്തിന്റെ ചില ഫുട് പ്രിന്റ്സ് അവിടെ ഉണ്ട്, അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഈ വോക്കലിസ്റ്റ് മാറിയപ്പോൾ എൻ്റെ മൂഡ് മൊത്തം മാറിപ്പോയി. ഇതും ഇതാണ് എൻ്റെ ഒപ്പീനിയനിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതായ കാര്യങ്ങളും. ഇഷ്ടപ്പെടാത്തത് വളരെ കുറവാണ്. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളില്ല. ദിസ് മൂവി ഡസ് നോട്ട് ഡിസേർവ്. ഇപ്പോൾ അതിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കോൺട്രവേഴ്സി അതൊന്നും ഡിസേർവ് ചെയ്യുന്ന ഒരു സിനിമ അല്ല. ദിസ് ഇസ് ജസ്റ്റ് എ ഗുഡ് മൂവി ഐ തിങ്ക്, ആൻഡ് ദാറ്റ്സ് ഓൾ. അപ്പോൾ നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഇനിയും സിനിമകളൊക്കെ ഇനിയും ഈ സിനിമ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി കണ്ടു, ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ.